ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയും 23 മുതൽ 25 വരെയും ഉള്ള വചനഭാഗമാണ്. ഈ സുവിശേഷ ഭാഗത്തെ 3 ഭാഗങ്ങളാക്കി വിചിന്തനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ഈശോ നസ്രത്ത് എന്ന പട്ടണത്തിൽ നിന്നും കഫർനാമിലേക്ക് തൻ്റെ പ്രവൃത്തി മേഖല മാറ്റുന്നു. രണ്ടാമതായി ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിക്കുന്നു. മൂന്നാമതായി ഈശോ ആയിരിക്കുന്ന ഇടത്തേക്ക് ഗലീലി, ദെക്കാപോളിസ്, ജെറുസലേം മുതലായ സ്ഥലങ്ങളിൽ നിന്നും ജനക്കൂട്ടം ഈശോയെ അന്വേഷിച്ച് എത്തുന്നു. ആദ്യത്തെ ഭാഗം ഈശോ നസ്രത്ത് എന്ന പട്ടണത്തിൽ നിന്ന് കഫർനാമിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ വശം പരിശോധിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഇതിനെ കാണാവുന്നതാണ്. പക്ഷെ മാനുഷികമായിട്ടുള്ള തലം പരിശോധിക്കുമ്പോൾ ഈശോയുടെ എല്ലാ പ്രവൃത്തി മേഖലകളിലും, ഈശോ ഇറങ്ങിച്ചെല്ലുന്ന ഇടങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ഈശോ എപ്പോഴും അനിശ്ചിതത്വത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നതും ഈ കഫർനാമിലേക്കുള്ള തൻ്റെ പ്രവൃത്തി മേഖലയുടെ മാറ്റവും എല്ലാം ഈ അനിശ്ചിതത്വത്തെ ഇഷ്ടപ്പെടുന്ന, തനിക്ക് അറിയാൻ പാടില്ലാത്ത ഇടത്തേക്ക് എത്തിച്ചേരാൻ തൻ്റെ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഇരുളിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാണിക്കുന്ന ഈശോയുടെ ധൈര്യം നിറഞ്ഞ മനോഭാവത്തെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ്. മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഇടത്തു നിന്ന് ഞാനായിരിക്കേണ്ട ഇടത്തേക്ക് ഈശോ പോകാൻ കാണിക്കുന്ന മനസ്സ്, ഈ ഒരു മാറ്റം നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തി മേഖലകളിലും വേണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടാകാം. രണ്ടാമതായി ഈശോ പ്രസംഗിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. മാനസാന്തരപ്പെടുന്നവർക്ക്, തൻ്റെ പ്രവൃത്തി രീതികളെ മാറ്റുന്നവർക്കാണ് സ്വർഗീയ അനുഭവം ഉണ്ടാവുക എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, സ്വർഗത്തിൻ്റെ അനുഭവം തൻ്റെ പ്രവൃത്തികളിലൂടെ നൽകിക്കൊണ്ടാണ് വാക്കുകൾ കൊണ്ട് ഈശോ സ്വർഗത്തെക്കുറിച്ച് വാചാലനാകുന്നത്. അപ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല സ്വർഗീയ അനുഭവം, അത് ജീവിതത്തിലൂടെ പകർത്തി നൽകേണ്ടതാണ് എന്നുകൂടി സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഒടുവിലായി ഗലീലി, ദെക്കാപോളിസ്, ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിടങ്ങളിൽ നിന്നും ജനക്കൂട്ടം ഈശോയെ അന്വേഷിച്ചു വരുന്നു. ഈശോ തനിക്ക് അനുകൂലമായ ഇടത്തെ നോക്കി ഇറങ്ങിച്ചെല്ലുകയല്ല, ആയിരിക്കുന്ന ഇടത്തെ അനുകൂലമാക്കി മാറ്റുന്നത്, മഹത്തരമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നാം പലപ്പോഴും കണ്ടിട്ടുള്ളത്. ബ്ലൂം വെർ യു ആർ പ്ലാന്റഡ്, എവിടെയാണോ നടപ്പെട്ടിരിക്കുന്നത് അതിനെ മഹത്തരമായ ഇടമാക്കി, തനിക്ക് അനുകൂലമായ ഇടമാക്കി ഈശോ മാറ്റുന്നു. നമ്മളും ഈശോ പ്രവർത്തിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് നമ്മളും ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത് എന്ന് സുവിശേഷം നമുക്ക് കാഴ്ച നൽകുന്നു. ആമേൻ.